തിരുവനന്തപുരം ആരെടുക്കുമെന്നതാണ് ഈ അവസാന നിമിഷത്തിലെ ചോദ്യം. മണ്ഡലത്തിൽ 4ാം തവണയും മത്സരിക്കുന്ന ശശി തരൂർ, 2ാം തവണ MP ആകാൻ ഒരുങ്ങുന്ന പന്ന്യൻ രവീന്ദ്രൻ, അതോ തിരുവനന്തപുരത്ത് തന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖറോ? തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി വിന്യാസമാണ് 3 മുന്നണികളും വളരെ കൃത്യമായി നടത്തിയത്. 3 പേരും അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിശക്തർ. ഇടതുപക്ഷത്തിന്റെ ശക്തമായ മുഖമാണ് പന്ന്യൻ രവീന്ദ്രനെങ്കിൽ ശശി തരൂർ വിശ്വപൗരനാണ്. AICC അധ്യക്ഷ പദവിയിലേക്ക് നേരെ ഇറങ്ങി മത്സരിച്ച ദേശീയ നേതാവാണ്. രാജീവ് ചന്ദ്രശേഖർ IT നിക്ഷേപ മേഖലയിലെ പ്രഗത്ഭനും കേന്ദ്ര IT സഹമന്ത്രിയും. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം കൺഫ്യൂഷനിലാണ്. ശതകോടീശ്വരന്മാരായ രാജീവ് ചന്ദ്രശേഖറിനോ ശശി തരൂരിനോ വോട്ട് ചെയ്യണോ, അതോ സാധാരണക്കാരിൽ സാധാരണക്കാരായ പന്ന്യൻ രവീന്ദ്രന് വോട്ട് നൽകണോ? യുവാക്കളെന്നും തെരഞ്ഞെടുപ്പിൻ്റെ ഗതി മാറ്റുന്നവരാണ്. ആദ്യം വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നവർ. നാളിതുവരെ അവർ ശശി തരൂരിൻ്റെ ഒരു പ്രഭാവത്തിലായിരുന്നു. ഇപ്പോൾ അവർക്ക് രാജീവ് ചന്ദ്രശേഖരനെയും പരിഗണിക്കാതെ വയ്യ. പന്തിനാകട്ടെ വലിപ്പച്ചെറുപ്പമില്ലാതെ ആരോടും ഇടപഴകുന്ന ഒരു സാധാരണ രാഷ്ട്രീയ നേതാവ്. ആ ഒരൊറ്റ ഗുണം കൊണ്ട് തന്നെ യുവാക്കൾക്കും പന്തിനെ അങ്ങ് കൈവിടാൻ മനസ്സ് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം ഉയരും, രാഷ്ട്രീയ കക്ഷികളുടെ നെഞ്ചെടുപ്പും കൂടും. കാരണം പതിവ് പോലെ തങ്ങൾ പിന്നിൽ നിൽക്കില്ലെന്ന് BJPയും ഇനി കുതിക്കുന്നത് 1ാം സ്ഥാനത്തേക്കെന്ന് LDFും പ്രഖ്യാപിച്ചിറങ്ങിയ ഒരു മത്സരം. തൻ്റെ സ്ഥാനം നിലനിർത്തുമെന്ന് കോൺഗ്രസും ഇവിടെ നിലപാട് വ്യക്തമാക്കുന്നു. ഇതിനെയാണ് സ്വന്തം അജണ്ടകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കേണ്ടത്. ഇത്തവണ ഈ 3 പേരിൽ ആര് ജയിക്കും എന്നതാണ് ചോദ്യം. ഇപ്പോൾ അതിന് വ്യക്തമായൊരു ഉത്തരം നൽകാനായില്ലെങ്കിലും ഒന്ന് പറയാം, BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനാണ് സാധ്യത. ഒന്നുകിൽ പന്ന്യൻ അല്ലെങ്കിൽ ശശി തരൂർ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടും. അതിലൊരാളാകും തിരുവനന്തപുരത്തിൻ്റെ MP ആയി ജയിച്ചു കയറുക. അപ്പോൾ ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ഫൈനൽ റൗണ്ടിൽ വന്നിരിക്കുന്നത് ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും. ഇതിൽ ശശി തരൂരിൻ്റെ പ്രചരണ ഘടനയിൽ വലിയ പുതുമയൊന്നും ഇത്തവണയും വന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഒരു തവണ വന്ന് റോഡ് ഷോ നടത്തിപ്പോയി. രാഹുൽ ഗാന്ധി വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ വന്നത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പിന്നെ തരൂരിനെ കാണാൻ മല്ലികാർജ്ജുന ഖാർഗെയും സച്ചിൻ പൈലറ്റും ഒക്കെ വരുന്നുണ്ട്. കേരളത്തിൽ എന്ത് ഖാർഗെ, എന്ത് പൈലറ്റ് എന്നാണ് കോൺഗ്രസ് അണികൾ തന്നെ ചോദിക്കുന്നത്. രാഹുൽ, പ്രിയങ്ക, സോണിയ ടീം തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ ട്രെൻഡ് സെറ്റർ എന്ന് അണികൾക്കറിയാം. ഇത്തവണയും ജയിക്കുമെന്ന് അമിത പ്രതീക്ഷയുള്ളതിനാൽ തരൂർ അധികം ഫണ്ടൊന്നും പ്രചരണത്തിന് ഇറക്കിയിട്ടുമില്ല. പതിവ് PR ടീം തന്നെ തരൂരിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ ആണ്ടിലും ആവണിക്കുമാണ് മണ്ഡലത്തിലേക്ക് എത്തുന്നതെങ്കിലും മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള ഹൈമാസ്ക് ലൈറ്റുകൾ തൊട്ടുകൊണ്ടുള്ള ഒരു ഓട്ട പ്രദർശനം നടത്താൻ തരൂരിനായി. പന്ന്യൻ രവീന്ദ്രനാകട്ടെ പതിവ് പോലെ തിരുവനന്തപുരത്ത് CPI പരാജയപ്പെടുമെന്ന മണ്ഡലത്തിലെ കെട്ടുകഥകൾക്ക് അവസാനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. തിരുവനന്തപുരം CPIക്ക് പറഞ്ഞിട്ടില്ല, അത് CPM ഏറ്റെടുത്തിരുന്നെങ്കിൽ പാട്ടുംപാടി ജയിച്ചേനെ എന്ന രാഷ്ട്രീയത്തിൻ്റെ ABCD പോലും അറിയാത്തവർ പണ്ടാരോ പറഞ്ഞു കേട്ടതുപോലെ ഏറ്റുപാടുന്ന ഒരവസ്ഥ. അതിനൊരു മറുപടിയായി CPI ഇത്തവണ ചോദിക്കുന്നത് ജയിക്കാനായി പോരാടാനല്ലെങ്കിൽ പിന്നെ എന്തിന് LDFിലെ ഘടകകക്ഷിയായ CPIക്ക് തന്നെ ഓരോ തവണയും തിരുവനന്തപുരം മത്സരിക്കാൻ നൽകുന്നതെന്നാണ്. അപ്പോൾ CPMന് ഉറച്ച വിശ്വാസമുണ്ട് ഇവിടെ CPI എന്നല്ല ഇടതുപക്ഷം ജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി CPI പ്രവർത്തകർ മുണ്ടും മുറുക്കിയെടുത്ത് തുടക്കം മുതൽ പ്രചരണ രംഗത്ത് സജീവം തന്നെയാണ്. അതിനേക്കാൾ ഉപരിയായി CPM കേഡർ സംവിധാനങ്ങൾ തലങ്ങും വിലങ്ങും നിയോഗിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കളെ മണ്ഡലത്തിൽ ഉടനീളം. എവിടെയെങ്കിലും ഒരു മെല്ലപ്പോക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് CPM അണികൾ കൃത്യമായി CPI നേതാക്കളെ അറിയിച്ച് പരിഹരിച്ചു പോകുന്ന അവസ്ഥ. തൊട്ടടുത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി V. ജോയിയാണ് മത്സരരംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഭൂരിഭാഗം പാർട്ടി ലോക്കൽ ഏരിയ സെക്രട്ടറിമാരടക്കം ചുമതല ആറ്റിങ്ങലിലാണ്. അതിനോടൊപ്പം അവർ തിരുവനന്തപുരം മണ്ഡലത്തിലെ തങ്ങളുടെ രാഷ്ട്രീയ പരിധിയിലുള്ള വാർഡുകളിലും പന്ന്യന് വേണ്ടി തകൃതിയായി പ്രചരണം മാത്രമല്ല സ്ക്വാഡ് വർക്കുകളും നടത്തുന്നുണ്ട്. മറ്റു കാര്യങ്ങൾക്കും അവർ നേതൃത്വം നൽകുന്നു. ഫലത്തിൽ ഒരു വാർഡിലും CPIക്ക് ആളില്ല എന്ന പ്രതീതി ഇത്തവണ ഉണ്ടായിട്ടില്ല. അങ്ങനെ പഴുതടച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുകയാണ് LDF. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ആര് ജയിക്കുമെന്നതിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ശശി തരൂരിനേക്കാൾ ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണെന്ന് പറയാൻ കാരണം. കോൺഗ്രസിൻ്റെ ഗർജിക്കുന്ന സിംഹങ്ങളിലൊരാൾ K. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു. മറ്റു 2 ഗർജിക്കുന്ന സിംഹങ്ങൾ VD സതീശനും രമേശ് ചെന്നിത്തലയും മലബാർ മധ്യമേഖലയിൽ പ്രചരണങ്ങളിലാണ്. ഇവിടെ തരൂരല്ലേ തനിയെ ജയിച്ചോളും എന്ന ധാരണയിൽ ഗർജിക്കുന്ന സിംഹങ്ങൾ മറ്റിടങ്ങൾ തേടിപ്പോകുമ്പോൾ പാവം ശശി തരൂർ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്കായതുപോലെ. പാർലമെന്റിൽ മോദിക്കെതിരെ കനത്ത ഭാഷയിൽ സംസാരിച്ചു, രാജാവിനെതിരെ നിലകൊണ്ടു എന്ന ഖ്യാതിയിൽ ന്യൂനപക്ഷങ്ങളും തീരദേശത്തെ ക്രൈസ്തവ വിഭാഗങ്ങളും
ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് തരൂരിന്. പക്ഷേ കുറുക്കിക്കൊള്ളുന്ന പ്രചരണതന്ത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള LDF നേതാക്കൾ കേരളത്തിലുടനീളം എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി കേരളത്തിൽ എവിടെയും MP ആയാൽ പാർലമെന്റിൽ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ചെന്നിരിക്കുക BJP ബ്ലോക്കിലായിരിക്കും ഉറപ്പെന്ന്. അതിൽ ന്യൂനപക്ഷങ്ങളെ തട്ടിവീഴ്ത്താമെന്ന LDF തന്ത്രം സംശയിക്കേണ്ട തരൂരിന് വിനയാകും. എന്തായാലും വോട്ടെണ്ണുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും അന്തിമ ഫലം അറിയാൻ. അത് സ്വാഭാവികം. പക്ഷേ വ്യക്തമായൊരു രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് പന്ന്യൻ രവീന്ദ്രൻ ഇത്തവണ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അതിൽ ഇടതുമുന്നണിക്ക് കാര്യമായ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ഇനി സാധാരണക്കാരനായ ഒരു വോട്ടർക്ക്, മണ്ഡലത്തിലെ ഒരു വ്യക്തിക്ക്, മണ്ഡലത്തിലെ കഴിഞ്ഞ 3 തവണത്തെ MP ആയ ശശി തരൂരിനെ ഒന്ന് കാണണമെങ്കിൽ ആദ്യം തിരക്കണം ശശി തരൂർ ഡൽഹിയിലെ സ്ഥിരം താമസ കേന്ദ്രത്തിലാണോ അതോ മണ്ഡലത്തിലുണ്ടോ എന്ന്. അതിനായി ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് എത്തണം, തലസ്ഥാനത്തെ. അവിടെ തരൂരിൻ്റെ PA അടക്കമുള്ളവരുടെ അനുവാദം വാങ്ങണം അവരെ കാണാനായിട്ട്. എന്നിട്ട് വേണം അവരെ കണ്ടിട്ട് ഒരു നിവേദനം നൽകാൻ. അല്ലാതെ ഭാഗ്യമെന്ന് തന്നെ വേണം പറയാൻ ഏതെങ്കിലും ഒരു വോട്ടർക്ക് തരൂരിന് നേരിട്ടൊരു നിവേദനം നൽകാൻ സാധിച്ചു എന്ന് കേട്ടതിൽ. അതുപോലെ തന്നെയാണ് കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യവും. അദ്ദേഹം താമസിക്കുന്നത് ബംഗളൂരു കോറമംഗലയിലാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് സ്ഥിരതാമസമില്ല, വ്യക്തമായൊരു മേൽവിലാസവുമില്ല. കേന്ദ്ര IT സഹമന്ത്രിയാണ്, വൻകിട നിക്ഷേപ വ്യവസായ സംരംഭകൻ കൂടിയാണ്. അദ്ദേഹത്തെയും MP ആയി കഴിഞ്ഞാൽ ഒന്ന് കാണണമെങ്കിൽ ഡൽഹിയിലേക്ക് വിമാനം കയറേണ്ടി വരും, അല്ലെങ്കിൽ ബംഗളൂരുവിലേക്ക് ഒരു വോട്ടർക്ക് വിമാനം കയറേണ്ടി വരും എന്നുറപ്പ്. അല്ലെങ്കിൽ MP ഓഫീസിൽ MP PA കണ്ട് നിവേദനം നൽകി തൃപ്തിപ്പെട്ടോണം. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ അങ്ങനെയല്ല. ആർക്കും ഏത് നിമിഷവും ഏത് വേദിയിലും ഏത് സമയത്തും അന്നും ഇന്നും ചെന്ന് കാണാവുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം. MP ആയിരിക്കുമ്പോഴും പന്ന്യൻ രവീന്ദ്രൻ തികച്ചും ജനകീയനായിരുന്നു. ഇപ്പോഴും അദ്ദേഹം തികച്ചും ജനകീയൻ തന്നെയാണ്. അതുതന്നെയാണ് മണ്ഡലത്തിലെ പരമ്പരാഗത വോട്ടർമാർ പന്ന്യൻ രവീന്ദ്രൻ കാണുന്ന ആ ഒരു മേന്മയും. പന്ന്യൻ രവീന്ദ്രൻ കണ്ണൂരുകാരനാണെങ്കിലും 40 വർഷമായി പാർട്ടി പറഞ്ഞതനുസരിച്ച് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുകയാണ്. പക്ഷേ മറ്റ് 2 പേരും ഡൽഹിയിലും ബംഗളൂരുവിലുമൊക്കെ കറങ്ങി നടക്കുന്ന വ്യക്തിത്വങ്ങൾ. അതുകൊണ്ട് തന്നെ പരമ്പരാഗത വോട്ടർമാർ, പ്രായമേറിയ വോട്ടർമാർ, മുതിർന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർമാർ വ്യക്തമായൊരു കാഴ്ചപ്പാട് ഈ ആർക്ക് വോട്ട് ചെയ്യണം എന്നതിൽ കൈക്കൊണ്ടിട്ടുമുണ്ട്. അത് സ്വാഭാവികമായും തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പന്ന്യൻ രവീന്ദ്രന് തന്നെയാകും എന്നാണ് LDFൻ്റെ പ്രതീക്ഷകൾ.